ഹലോ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിലെ ഡിലീറ്റ് ആയ ഫോട്ടോസും വീഡിയോസും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഡിസ്ക് ഡിഗർ ഫോട്ടോ റിക്കവറി എന്നാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് യൂസേഴ്സ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഫുള്ള് കാണുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസ്റ്റാൾ ആയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ്, സെർച്ച് ഫോർ ലോസ്റ്റ് വീഡിയോസ്. നിങ്ങൾക്ക് ഏതാണോ തിരിച്ചെടുക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പം ആദ്യം ഫോട്ടോസ് തിരിച്ചെടുക്കാൻ വേണ്ടി അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾ പെർമിഷൻ അലോ കൊടുക്കണം. മാനേജ് ആൾ ഫയൽസ് അലോ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ സെർച്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ ഡിലീറ്റ് ആയ ഫോട്ടോസ് എല്ലാം റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിലീറ്റ് ആയ ഫോട്ടോസ് മാത്രമല്ല, നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസും റിക്കവർ ആവുന്നുണ്ട്. ടോട്ടൽ നിങ്ങളുടെ ഫോണിൽ എത്ര ഫോട്ടോസ് ഉണ്ടോ അതെല്ലാം റീസ്റ്റോർ ആയിട്ട് വരുന്നതായിരിക്കും. ഡേറ്റ കണക്ഷൻ റിക്കവർ ചെയ്യാൻ ഡേറ്റ ആവശ്യമാണ്. നിങ്ങളിവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ആയ ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി നമ്മൾ ഡിലീറ്റ് ആയപ്പോൾ ഉള്ള ക്വാളിറ്റി അത്രയും കിട്ടിയെങ്കിലും നമ്മുടെ ആ ഫോട്ടോസ് എല്ലാം റിക്കവറായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഇപ്പോൾ ടോട്ടൽ 4064 ഫോട്ടോസ് റിക്കവർ ആയിട്ടുണ്ട് ഇതുവരെ. പിന്നീട് ചെറിയ ആഡ്സിൻ്റെ പ്രശ്നമുണ്ട്. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്താൽ മതി. നിങ്ങൾ പേയ്മെൻറ്റ് മുടക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ഫോൾഡറിൽ ഫോട്ടോസ് ഉണ്ടായിരുന്നോ അത് എവിടെയൊക്കെ ഡിലീറ്റായി അതെല്ലാം റിക്കവറായി വരുന്നതായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല. ആഡ്സ് വരും, അത് നിങ്ങൾ ജസ്റ്റ് കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9104 ഫോട്ടോസ് എനിക്ക് റിക്കവറായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ക്ലീനപ്പ് കൊടുത്താൽ മതി. ഈ റിക്കവറായ ഫോട്ടോസ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്ത് വേണം നിങ്ങൾക്ക് ഈ ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന 3 ഡോട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് എല്ലാം സെലക്ട് ആവും. അതിനുശേഷം നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. സെലക്ട് ആൾ കൊടുക്കുക. അതിനുശേഷം റിക്കവറായ ഫോട്ടോസ് നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് നിങ്ങളൊരു ഫോൾഡർ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ സേവ് കൊടുക്കുക. നിങ്ങൾക്ക് ഫോട്ടോയുടെ സൈസ് ആഡ് ചെയ്യാം. സ്മാൾ, മീഡിയം, ലാർജ് ഏത് ടൈപ്പിലുള്ള ഫോട്ടോസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്നതിൽ ഞാൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ വേണം ചെയ്യാം. ഞാനിപ്പോൾ സേവ് ദ ഫയൽ കൊടുക്കുകയാണ്. അതിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ ഈ ഫോട്ടോസ് സേവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ആണ് റിക്കവർ ചെയ്യേണ്ടെങ്കിൽ ബാക്ക് വന്നതിന് ശേഷം സെർച്ച് ഫോർ എ ലോസ്റ്റ് വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫോണിലുള്ള എല്ലാ വീഡിയോസും ഇത് ബാക്കപ്പായി വരുന്നതായിരിക്കും. നിലവിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസും ഇതിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഡിലീറ്റ് ആയ വീഡിയോയും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫോൾഡറിലെ ഫോട്ടോസും ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ ലോഡായി വരുന്നതായിരിക്കും. വലിയ ഫയൽസൊക്കെ കുറച്ച് ലോഡായി വരാൻ കുറച്ച് ലേറ്റാവും. അതുമാത്രമല്ല, ഇപ്പം സ്റ്റോറേജ് സ്പേസും ഉണ്ടെങ്കിൽ മാത്രമേ ഡിലീറ്റ് ആയ വലിയ ഫയൽസൊക്കെ റിക്കവർ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത ഏകദേശം 887 ഫയൽസ് റിട്ടേൺ കയറിയിട്ടുണ്ട്. അതിപ്പോൾ ഫോണിലുള്ള ഫയൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫോണിലെ ഏതൊക്കെ വീഡിയോസ് റിക്കവറായി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്കവർ ചെയ്യാം, വേണമെങ്കിൽ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാം. മാർക്ക് ആൾ കൊടുത്ത് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പുറമോട്ട് വന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, വൈപ്പ് ഫ്രീ സ്പേസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ ഫയൽസും ക്ലീനായി വരുന്നതായിരിക്കും. അതായത് ക്ലിയർ ക്യാച്ച്, പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള ഫയൽ, അൺസപ്പോർട്ട് ഫയൽ അതെല്ലാം ക്ലിയർ ആവുന്നതായിരിക്കും. അതും ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്